എപ്പോഴും ചുറ്റും സങ്കടം നിറഞ്ഞ കാഴ്ചകൾ കാണുന്നത് കൊണ്ടാവും നല്ല കാഴ്ചകൾ കണ്ടാൽ നമുക്ക് മതി വരില്ല അല്ലേ? അങ്ങനെ എത്ര കണ്ടാലും കൊതി തീരാത്ത ഇടമാണ് കോഴിക്കോട്ടെ കാപ്പാട് തീരം. 2 തവണ ബ്ലൂ ഫ്ലാഗ് പദവി കിട്ടിയ കാപ്പാട് ബീച്ചിലെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആയിരത്തി 1498 വാസ്കോഡഗാമ കാപ്പാട് തീരത്ത് കാലുകുത്തിയെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ചരിത്രകാരന്മാർക്ക് ആ കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഈ കാപ്പാട് എന്ന് പറയുന്നത് വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരിടം കൂടിയാണ്. ടവറുമാണ് ഉണ്ടാക്കാറ്. ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള ബീച്ച് എന്നുള്ള നിലയ്ക്ക് 2 തവണയാണ് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് പദവി കിട്ടിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് അറിയോ സാറേ? പ്രത്യേകിച്ചൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ തോന്നി അത്യാവശ്യം നല്ല മനുഷ്യന്മാർ നല്ല രീതിയിൽ ഒരു വൃത്തിക്ക് കൊണ്ട് നടക്കുന്ന ഒരു ചെയ്തു പോകുന്നത് നല്ല രീതിയിൽ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഈ മണൽത്തരികൾക്കൊക്കെ ഒരു സ്വർണ്ണവർണ്ണമാണെന്ന് പറയുന്നത്. നമ്മൾ പൊതുവേ കാണുന്ന ബീച്ചുകളിൽ നിന്നും മാറ്റം എന്ന് പറയുന്നത് ആ മണലിൻ്റെ പ്രത്യേകതയാണ് ഒന്ന്. മറ്റൊന്ന്, ഇവിടേക്ക് കടലാമകളൊക്കെ മുട്ടയിടാൻ വരുന്ന ഒരു കേന്ദ്രവും കൂടിയാണ്. എന്ന് വെച്ചാൽ കാപ്പാട് പ്രോപ്പർ കാപ്പാട് എന്നല്ല, ഇതിന് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ അത്തരം കടലാമകൾ വന്ന് മുട്ടയിട്ട് അത് വിരിഞ്ഞ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളൊരു വാർത്ത കൊളാവിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ജൈവ വൈവിധ്യം കൊണ്ട് വളരെ സമ്പന്നമാണ് നമ്മുടെ കാപ്പാടെന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് പക്ഷികൾ, ദേശാടന പക്ഷികൾ എത്തുന്ന ഇടമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് സഞ്ചാരികൾക്ക് ഏത് സമയത്ത് വന്നാലും അവർക്ക് ആനന്ദിക്കാനുള്ള ഇടം കാപ്പാട് നൽകുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ നല്ല ഫീലായി. ഞങ്ങളൊരു 4 മണിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ഇവിടം വരെ വന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല എൻജോയ്മെൻറ്റ് ചെയ്തു. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വരുന്നത് ഇങ്ങോട്ട്. നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് സുത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരും വൈഫിനെയൊക്കെ നിർബന്ധമായിട്ട് എന്തെങ്കിലും വരേണ്ടി വരും. കാപ്പാട് ബീച്ച് അവരും കണ്ടിട്ടില്ല, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. കടൽ തീരങ്ങളെന്നും ആശ്വാസ കേന്ദ്രങ്ങളാകുമെന്നാണല്ലോ പറയാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ പരിസ്ഥിതി സൗഹൃദമായ കാപ്പാട് കടൽ തീരം അത്ര കണ്ട് തലയെടുപ്പിന് ചേർന്നത് തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ അപ്പോഴും നമ്മൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതില്ലേ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഒരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള സാഹചര്യമുണ്ട്. ഇവിടേക്ക് വരുന്ന പാതകളിൽ, പ്രത്യേകിച്ച് തീരദേശ പാതകളാണ് കഴിഞ്ഞ കാലവർഷക്കാലത്തുണ്ടായ കെടുതിയുടെ ഭാഗമായൊക്കെ തകർന്നു പോയത്. ഇപ്പോഴും നമുക്ക് പുനർനിർമ്മിക്കാൻ കഴിയാതെ പോയതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു സഞ്ചാരിയെ സംബന്ധിച്ച് അത്രമേൽ ആശ്വാസം പകരുന്ന ഒരിടം തന്നെയായിരിക്കും കാപ്പാടെന്ന കാര്യത്തിൽ തർക്കവും. നിങ്ങളൊരു ചരിത്രാന്വേഷിയാണോ? പ്രകൃതി സ്നേഹം വല്ലാതെയുണ്ടോ? അതിനപ്പുറത്ത് യാത്രാപ്രേമമാണ് നിങ്ങൾക്കൊപ്പം ഉള്ളതെങ്കിൽ തീർച്ചയായും കാപ്പാടിന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. യാത്രകളത് സമ്പന്നമാക്കുന്ന കാര്യത്തിൽ തർക്കവും. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഷോളോണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, റിപ്പോർട്ടർ, കോഴിക്കോട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ദീപക് മലയമ്മ വിളിച്ചതല്ലേ? അപ്പോൾ സമയം കിട്ടിയാലൊന്ന് കാപ്പാട്ടേക്ക് പോയിക്കോളൂ.